നിങ്ങളുടെ അടുത്ത കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നിങ്ങൾ ജോയിന്റ് വെഞ്ചർ ആയിട്ടാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജോയിന്റ് വെഞ്ചർ എന്ന രണ്ടോ അതിലധികമോ കമ്പനികൾ ഒന്നിച്ചു ചേർന്ന് ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ജോയിന്റ് വെഞ്ചർ. പക്ഷെ പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അറിഞ്ഞിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ജോയിന്റ് വെഞ്ചറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? അഡ്വാൻറ്റേജസ്: നമ്പർ 1, ഇൻവെസ്റ്റ്മെന്റ് ഷെയർ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ ഫിനാൻഷ്യൽ ബർഡൻ കുറയ്ക്കും. നമ്പർ 2, എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ കൊളാബറേഷനിലൂടെ പുതിയ ടെക്നോളജികളും സ്കിൽസും സ്വന്തമാക്കാം. നമ്പർ 3, ഇൻഡിവിജ്വൽ റിസ്ക് കുറയ്ക്കാനും ഗ്രോത്ത് പെർസെന്റേജ് കൂട്ടാനും ജോയിന്റ് വെഞ്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അടുത്തത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കിയാലോ? ഡിസഡ്വാൻറ്റേജസ്: നമ്പർ 1, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളവരാകുന്നത് കൊണ്ട് തന്നെ ഡിസിഷൻ കോൺഫ്ലിക്ട്സ് വരാൻ സാധ്യതയുണ്ട്. നമ്പർ 2, പ്രോഫിറ്റ് ഷെയറിംഗ് ആകുന്നത് കൊണ്ട് തന്നെ ഏർണിംഗ്സ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻഡിവിജ്വൽ റിട്ടേൺസ് കുറവായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ജോയിന്റ് വെഞ്ചറിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ലീഗലി ആൻഡ് ഫിനാൻഷ്യലി കുറച്ച് ചാലഞ്ചസ് നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രൊജക്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ ഒരു ടീമിനെ കൂടി വേണ്ടേ? ദെൻ കോൺടാക്ട് us.